നമുക്ക് ജ്യോതി ചൊല്ലാം. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ, സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ, നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ബോധമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. നമുക്ക് പ്രാർത്ഥനയും ചൊല്ലാം. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി കാണിടുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി കാണിടുന്നു. നാദവും താളവും മേളവുമായെന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നുമെനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നുമെനിക്ക് തുണയാകണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്വിതയ്ക്കുവാൻ തോന്നേണമേ. ഈ ധന്യഭൂമിയിൽ പൂജാതനായെന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയേണമേ. ഭൂലോകമാകെ ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായെന്നെ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി കാണിടുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും എഴുതാൻ തുടങ്ങിയോ? അവരവരുടേത് എഴുതാൻ പറഞ്ഞിരുന്നു, എഴുതിയില്ല. എഴുതിക്കൊള്ളണം, എന്നാലേ പഠിക്കുള്ളൂ. എഴുതാൻ പഠിക്കണ്ടേ? എഴുതാൻ എല്ലാവരും പഠിച്ചേ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ, ലോകം മുഴുവൻ നമ്മളുടെ ഈ സാധനം പോയിക്കൊണ്ടിരിക്കുക. ഒരിടത്തും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല. കാരണം ആലപ്പുഴയിൽ 87 പേരാണ് വന്നത്. മുഹമ്മയിൽ വന്ന 65-ന് മേലാളാണ്. കോഴിക്കോട് അല്ല തൃശ്ശൂർ 80-ന് മേൽ, ഇവിടെയും 80-ന് മേൽ ആളാണ് വരണത്. അതെത്ര പേരെ നിരുത്സാഹപ്പെടുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ അനുവദിക്കാഞ്ഞിട്ടുമാണ്. ദീപു ഡോക്ടർ എടുക്കുക.
അപ്പോൾ മെസ്സേജുകൾ ഇങ്ങനെ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പോയി എല്ലായിടത്തേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് ഒരു വല്ലാത്ത പ്രശ്നത്തിലാണ് ആരോഗ്യ മേഖലയിൽ. ഇത്രമാത്രം ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് കൂടുതൽ ബോധ്യമാകുക. മറ്റേ നമ്മൾ വിചാരിച്ച് നമ്മുടെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാർ കാര്യമായി ശ്രദ്ധിക്കാഞ്ഞിട്ടായിരുന്നു എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ല, ആളുകൾക്ക് ആശ്വാസം കിട്ടണില്ല, ഒരു ചികിത്സയിലും കിട്ടണില്ല. ആധുനിക ചികിത്സയിൽ കിട്ടണില്ല, ആയുർവേദത്തിൽ കിട്ടണില്ല, ഹോമിയോയിൽ കിട്ടണില്ല. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ വളരെയധികം പ്രതീക്ഷയോടെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക ആളുകൾ, നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെയധികം പ്രതീക്ഷ. അപ്പോൾ അതിന് തക്കവണ്ണം നമ്മൾ ഉയർന്നില്ലെങ്കിൽ വീണ്ടും മനുഷ്യർ പോയി പടുകുഴിയിൽ വീഴില്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൃത്യമായി പഠിച്ചോണം, സംശയങ്ങൾ ചോദിച്ചോളണം, മനസ്സിലാക്കിക്കൊള്ളണം. പരിഹാരം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പ്രാപ്തരായേ പറ്റൂ. കുറച്ച് പേരെങ്കിലും അതിന് വന്നില്ലെങ്കിൽ കാര്യം നടക്കാതെ വരും. അപ്പോൾ അത് അങ്ങനെ നിന്നോട്ടെ. ഇനിയത്തെ നമ്മളുടേത് ഇന്ന് കൃഷി തുടങ്ങുകയാണ്. കാരണം 10 ക്ലാസ്സായി. സാധാരണ ഇതിൽ കൃഷിയൊക്കെ 10 ക്ലാസ്സിൽ കഴിയണതാണ്. 10 ക്ലാസ് ആകെപ്പാടെ 20 ക്ലാസ്സേ ഉള്ളൂ. ഇന്ന് 10ാമത്തതല്ലേ? 10ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ 10 ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി കൃഷിയെന്ന് തീർന്നു വരുമ്പോൾ എത്രയാകുമെന്ന് ആർക്കറിയാം. അപ്പോൾ നമുക്ക് ഇന്ന് കൃഷിയിലേക്ക് കടക്കണം. കാരണം നമ്മളുടെ ആരോഗ്യം നമുക്ക് തിരിച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി ശരിയായാലേ പറ്റൂ. ആ കൃഷി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അന്നങ്ങൾ 5ഉം വിധിച്ചതാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൃഷി രൂപപ്പെടുത്തണം. വേണ്ടേ? അതായത് കഴിക്കുന്ന ഭക്ഷണം മാത്രം ശരിയാക്കിയാൽ മതിയോ? പോരാ. അന്നങ്ങൾ 5ഉം ആകാശം, അതായത് ശബ്ദം ശരിയാക്കണം. അത് കൃഷിയിലൂടെ ശരിയാക്കണം. ശബ്ദം, ആകാശം, അഗ്നി, ടെമ്പറേച്ചർ, ഒരു AC ക്ലൈമറ്റിക് കണ്ടീഷൻ മനുഷ്യർ താമസിക്കുന്നിടങ്ങളിൽ കിട്ടണം. അത് കൃഷിയിലൂടെ ലഭ്യമാക്കണം. വായു, സസ്യജാലങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ്റെ പെർസെൻറ്റേജും തോതും ഡിഫറൻസും ഡൈവേഴ്സിറ്റിയും അത് കൃഷിയിലൂടെ ശരിയാക്കണം. വായു, വെള്ളം, കുടിക്കേണ്ട വെള്ളം ഏതാണെന്ന് മനുഷ്യന് ഇന്നും അറിയില്ല. മനുഷ്യൻ കുടിക്കേണ്ട വെള്ളം ഏതാണെന്ന് അറിയില്ല. അതിന് പകരം ഇപ്പോഴും സസ്യങ്ങൾ കുടിക്കുന്ന വെള്ളമാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. സസ്യങ്ങളിൽ എത്തപ്പെട്ട വെള്ളം കുടിക്കേണ്ടതിന് പകരം സസ്യങ്ങളിലെത്തിയ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെയാണ് ഭക്ഷണം. വിധിച്ച അന്നം ഏതാണെന്ന് തിരിച്ചറിയാൻ പാടില്ല, വിധിച്ച വെള്ളം അറിയാൻ പാടില്ല, വിധിച്ച വായു അറിയില്ല. ഇത് 5ഉം വിധിച്ചതാക്കിയാൽ സകല രോഗങ്ങളും മാറുകയും ചെയ്യും. അപ്പോൾ ആരോഗ്യ മേഖല കറക്റ്റാകണമെന്നുണ്ടെങ്കിൽ അന്നങ്ങൾ 5ഉം വിധിച്ചതാക്കി എടുക്കാൻ സുലഭമാക്കി എല്ലാ മനുഷ്യർക്കും കിട്ടുന്ന രീതിയിലുള്ള ഒരു കൃഷി വേണം. വേണ്ടേ? എന്നല്ലേ നടക്കുള്ളൂ. എല്ലാ മനുഷ്യർക്കും കിട്ടണ്ടേ? ഇപ്പോൾ പഴം കഴിക്കാൻ പറയണം, പഴം എല്ലാവർക്കും കിട്ടണ്ടേ? ഇതിനെന്താ വഴി എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. നമ്മൾ പഠിക്കുന്ന കൃഷിയിലൂടെ അത് നമുക്ക് സാധ്യമാക്കാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കണം. അതിനു മുമ്പ്, കൃഷിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കണേ? ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കണത് അല്ലേ? ഗ്രീൻ സിഗ്നേച്ചറാണ്. വാനപ്രസ്ഥം കോഴ്സിൻ്റെ പേരാണ്. അതായത് നേച്ചർ സിഗ്നേച്ചർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. നേച്ചർ സിഗ്നേച്ചർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയിലെ വിദ്യാവിഭാഗമുണ്ട്, അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്, പാഠ്യപദ്ധതികൾ നടപ്പാക്കുന്ന ഒരു വിഭാഗമുണ്ട് കമ്പനിയുടെ കീഴിൽ. അതേതാണ്? കേട്ടിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞതാണ്. ആദ്യത്തെ ക്ലാസ്സിലായിപ്പോയത് കാരണം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പേജിൽ ചിലപ്പോൾ കാണും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ ആൻഡ് ഇമാജിനേഷൻ. പറഞ്ഞതല്ലേ? ഓർക്കല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ ആൻഡ് ഇമാജിനേഷനാണ്.
അതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ. അപ്പോൾ അതിനകത്ത് എന്ത് പഠിക്കേണ്ടി വരും? ഇമാജിനേഷൻ പഠിക്കേണ്ടി വരും, കൾച്ചറും പഠിക്കേണ്ടി വരും. അത് കൃഷിയിലൂടെയാണ് പഠിക്കുക. കൃഷിയിലൂടെയാണ് കൾച്ചർ എന്താണെന്ന് പഠിക്കുന്നത്, ഇമാജിനേഷൻ എന്താണെന്ന് പഠിക്കുന്നത്. അപ്പം നമുക്ക് ഒരു കൃഷി നമ്മളിന്ന് രൂപപ്പെടുത്തിയെടുക്കാനും പഠിക്കാനും തുടങ്ങുകയാണ്. ആ കൃഷിയിൽ ഭൂമിയിലെ കൃഷി മാത്രമല്ല, ഭൂമണ്ഡലത്തിലെ കൃഷിയാണ് പഠിക്കാൻ പോകുന്നത്. ഭൂമണ്ഡലം അതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഭൂമണ്ഡലം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേർന്നതാണ്? ഭൂമണ്ഡലം, സൂര്യമണ്ഡലമുണ്ട്, ഭൂമണ്ഡലമുണ്ട്, ഗാലക്സി മണ്ഡലമുണ്ട്, പ്രപഞ്ചമുണ്ട്. അതിൽ ഭൂമണ്ഡലത്തിൽ ആരൊക്കെ പെടും? ഭൂമി മാത്രമല്ല, ആകാശമുണ്ട്, ഭൂമിക്ക് ചുറ്റും ആകാശമുണ്ട്. ഭൂമണ്ഡലം എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഭൂമണ്ഡലം? വായുവുണ്ട്, അന്തരീക്ഷമുണ്ട്, ഭൂമിക്ക് ചുറ്റും ഏതോ ഒരു സാധനവും കൂടി കറങ്ങണുണ്ട്, അല്ലേ? ഉപഗ്രഹങ്ങൾ. അതായത് ഒരു മണ്ഡലം എന്ന് പറയുമ്പോൾ ഒരു ഗ്രഹവും അതിനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു മണ്ഡലമാകുക. ഇപ്പോൾ ഭൂമണ്ഡലം എന്ന് പറഞ്ഞാൽ ഭൂമിയും ചന്ദ്രനും ചേർന്നിട്ടാണ്. ഇപ്പം നമ്മൾ ഭൂമിയെ മാത്രമല്ല നോക്കണേ, ചന്ദ്രനെയും കൂടി നോക്കിയേ പറ്റൂ കൃഷിയിൽ. കാര്യം എന്താണ്? കാര്യം എന്തുകൊണ്ടാണ്? ചന്ദ്രനും കൂടി അതിൻ്റെ ഭാഗമാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ്? അതും പഠിച്ചതാണ്. ഏത് ഭാഗം? പ്രപഞ്ചം ഒരു ജീവനുള്ള ശരീരമാണ് എന്ന് പഠിച്ചു. എങ്കിൽ ചന്ദ്രൻ എന്ന് പറയുന്നത്, ചന്ദ്രനെ പോലെയുള്ള ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട്. അതെല്ലാം എന്താണ്? സെല്ലാണ്, ഒരു കോശമാണ്. ഉപഗ്രഹങ്ങളെല്ലാം തന്നെ പ്രപഞ്ചം എന്ന ശരീരത്തിൻ്റെ ഒരു കോശമാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യം നമ്മുടെ കോശത്തിൻ്റെ ആരോഗ്യമാണ്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രൻ്റെ ആരോഗ്യം പിടിച്ചാലല്ലേ ഭൂമിയിലുള്ളവർക്ക് ആരോഗ്യം പിടിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ചന്ദ്രൻ്റെ ആരോഗ്യം ഉണ്ട് കറക്റ്റായിട്ട് തിരിച്ചു പിടിച്ചാലേ ഭൂമിയിലുള്ളവർക്ക് ആരോഗ്യമുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് രണ്ടും കൂടി ചേർന്നാണ് ആരോഗ്യം നിലനിർത്തുന്നത്. പിടികിട്ടില്ലേ? ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സെല്ലാണ്. നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിൻ്റെ ആരോഗ്യമാണ്. അപ്പോൾ നമ്മളിത് രണ്ടും കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും പോവുക. അതായത് കൃഷി പോകുന്നത് ഈ രീതിയിലാണ്. രണ്ട് ഭൂമണ്ഡലത്തിലെ കൃഷിയാണ്. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ സയൻസ് ഏതാണ്? ഒരു കൃഷി ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഭൂമണ്ഡലത്തിൽ ഒരു കൃഷി ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ശാസ്ത്രം ഏതാണ്? ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്ര വഴിയിൽ നമ്മളൊരു കൃഷി ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയാണ് ഓരോന്നും ചെയ്യുക. നമ്മൾ ആരോഗ്യം ഡിസൈൻ ചെയ്തു, അല്ലേ? അവിടെ ആരോഗ്യം ഡിസൈൻ ചെയ്തപ്പോൾ എന്തായി? രോഗമില്ല അവിടെ. പിന്നെ എന്താ ഉള്ള? ആരോഗ്യം മാത്രമേ ഉള്ളൂ. ആരോഗ്യം വീണ്ടെടുക്കാനുള്ള വഴിയും പഠിച്ചു. അതായത് പഞ്ചഭൂതങ്ങൾ 5 ശരിയാക്കിയാൽ ആരോഗ്യം വീണ്ടെടുത്തു, പിന്നെ രോഗമില്ല. അതാണ് വർമാജി എഴുതിയത് സുഖം സത്യം രോഗം മിഥ്യ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് വർമാജിയുടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർമാജിയുടെ ഒരു പുസ്തകമാണ്. ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് മാത്രം. അത് വായിച്ചാൽ ആർക്കും പിടികിട്ടില്ല. സുഖം സത്യം, രോഗം എന്ന് പറയുന്നത് മിഥ്യയാണ്, ഇല്ല എന്ന് വർമാജി അന്നേ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതെ, രോഗമാണ്. അതിൻ്റെ കാരണമാണ് പറയണേ. അതിൻ്റെ കാരണം എന്താ? പഞ്ചഭൂതങ്ങൾ 5 ശരിയാക്കിയാലോ സുഖം സത്യമായിട്ട് വരില്ലേ? രോഗം എന്ന് പറയുന്നത് മിഥ്യയായില്ലേ? അപ്പോൾ നമ്മൾ അന്നങ്ങൾ 5 കറക്റ്റ് ചെയ്യാൻ ഉതകുന്ന ഒരു കൃഷിയാണ് നമ്മൾ രൂപപ്പെടുത്തുക. കാരണം നമുക്ക്
അതായത് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് മണ്ണിൻ്റെ ആരോഗ്യമാണെന്ന് നമ്മൾ പഠിക്കും. മണ്ണിൻ്റെ ആരോഗ്യം. അപ്പോൾ ഈ മണ്ണിൻ്റെ ആരോഗ്യമായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ ആരോഗ്യവും കൂടി പിടിച്ചാൽ നടക്കൂ എന്ന് സാരം. കാരണം ഇതൊരൊറ്റ ടിഷ്യൂ ആണ്. പക്ഷേ ഇങ്ങനെ അത് രണ്ടും കൂടി ചേർന്നിട്ടാണ്, സെല്ലും ഭൂമിയും കൂടി ചേർന്നിട്ടാണ് ഒരു ടിഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ ശരീരഘടന സ്ട്രക്ചർ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ സ്ട്രക്ചറും ഘടനയും. അപ്പോൾ അതങ്ങനെ പഠിക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ നേടണം ഈ കൃഷിയിലൂടെ എന്നുള്ളതാണ്. അതായത് നേട്ടങ്ങൾ, നമ്മൾ കൃഷിയിലൂടെ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, പട്ടിണിയില്ലാത്ത ലോകം നമുക്ക് വേണം. പട്ടിണിയില്ലാത്ത ലോകം ഒന്നാമത്തെ ലക്ഷ്യമാണ്. ഇത് നിങ്ങൾ കൃഷി പഠിച്ചു കഴിയുമ്പോൾ സാധ്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കണം. നമ്മൾ പറയുന്ന തിയറി അപ്ലൈ ചെയ്താൽ പട്ടിണിയില്ലാത്തൊരു ലോകം സാധ്യമാക്കാനാവുമോ അറിയണ്ടേ? അല്ലെങ്കിൽ പിന്നെ ആ തിയറി കൊണ്ട് എന്താ പ്രയോജനം? എന്നിട്ട് ആ തിയറി പ്രകാരം നമ്മൾ ചെയ്താൽ അത് അനുഭവത്തിൽ വരണ്ടേ? അനുഭവത്തിൽ വരികയും വേണം. അല്ലെങ്കിൽ നമ്മളതിനെ തള്ളിക്കളയണം. ഇപ്പോൾ ഒന്നാമത്തെ നമ്മൾ കൃഷി പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം പട്ടിണിയില്ലാത്ത ലോകം. രണ്ടാമത്തത്, ഭൂതലം മുഴുവൻ എന്താക്കണം? കൃഷിയിലൂടെ പച്ചപ്പാക്കി മാറ്റണം. ഭൂതലം മുഴുവൻ പച്ചപ്പാക്കി മാറ്റുക നമ്മുടെ കൃഷിയുടെ ഉദ്ദേശമാണ്. രണ്ടാമത്തെ കാര്യമാണ്. അതായത് പട്ടിണിയില്ലാത്ത ലോകം വേണം, ഭൂതലം മുഴുവൻ പച്ചപ്പാക്കി മാറ്റണം. ചന്ദ്രൻ്റെ തലവോ, ചന്ദ്രൻ്റെ പ്രതലം എന്താക്കണം? അവിടെയാണ് രഹസ്യം ഇരിക്കണത്. അവിടെ പച്ചപ്പാക്കണോ വേറെ വല്ലതും ആക്കണോ? ഇവിടെ പച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താണ് വരുന്നത്? ഭൂമിയിൽ പച്ച വന്നു, പച്ച നിറഞ്ഞു കഴിഞ്ഞാൽ ആ പച്ച ആയി വന്ന മരത്തിൽ ആദ്യം ഉണ്ടാണ് എന്നതാണ് പൂക്കളല്ലേ? കായാണ് ആദ്യം ഉണ്ടാണ്. പൂക്കളും കായ്കളും കൊണ്ട് നിറയണം ചന്ദ്രൻ. പച്ച ഇച്ചിരിയേ ഉണ്ടാവുള്ളൂ. ചന്ദ്രനിൽ പച്ചയുടെ പെർസെൻറ്റേജ് കുറവായിരിക്കണം. ഇവിടുത്തെ ഒരു വിത്ത് കൊണ്ടുപോയി ചന്ദ്രനിൽ ഇട്ടാൽ ചന്ദ്രനിൽ വിത്ത് കിളുക്കും. ചന്ദ്രനിൽ വിത്ത് കിളുത്താൽ പച്ച കുറവായിരിക്കും. പിന്നെ എന്തായിരിക്കും ഉണ്ടാകുക? പൂക്കൾ കൊണ്ട് നിറയും. പൂക്കൾ നിറഞ്ഞാലോ പഴങ്ങൾ കൊണ്ട് നിറയും. അപ്പോൾ എന്താക്കണം? ചന്ദ്രതലം എന്താക്കണം? ഭൂതലം നമ്മൾ പച്ചപ്പാക്കും, അതിനകത്ത് കുറേ പഴമൊക്കെ തന്ന് നമ്മൾ ഇരിക്കും. ചന്ദ്രൻ്റെ തലവോ പൂക്കൂടയും പഴക്കൂടയും ആക്കണം. ഒരു പൂക്കൂടയാക്കണം അവിടെ. എന്തൊരു ഭംഗിയായിരിക്കും ചന്ദ്രന് അല്ലേ? നോക്കിയേ, അതിനാണ് ഇമാജിനേഷൻ പഠിപ്പിക്കുന്നത്. മനസ്സിലല്ലേ? ഇമാജിനേഷൻ എടുക്കാൻ പറഞ്ഞാൽ അതിനാണ്. അതായത് ചന്ദ്രനിൽ മുഴുവൻ പൂക്കൾ കൊണ്ട് നിറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇമാജിൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ അത് മുഴുവൻ പഴമായി കഴിഞ്ഞാലോ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഇമാജിൻ നിറയെ പൂക്കളും പഴങ്ങളും കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ചന്ദ്രൻ, ഭൂമി പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഭൂമി. ഇമാജിനേഷൻ വേണം. ഇമാജിനേഷൻ നടത്തിയാൽ എന്തുണ്ടാവൂ? ആദ്യം മനസ്സിൽ വന്നാൽ നടപ്പിലാവൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ വല്ല കുഴപ്പമുണ്ടാവും? ഒരു കുഴപ്പമില്ലല്ലോ. ചന്ദ്രൻ്റെ ഉപരിതലം മുഴുവൻ പൂക്കളും പഴങ്ങളും കൊണ്ട് നിറഞ്ഞാൽ ചന്ദ്രൻ ഹെൽത്തിയല്ലേ? ചന്ദ്രൻ ഹെൽത്തിയായാൽ ആര് ഹെൽത്തിയായി? ഭൂമി ഹെൽത്തിയായാൽ ആര് ഹെൽത്തിയായി? ഭൂമിയിലെ ജീവജാലങ്ങൾ മുഴുവൻ മനുഷ്യനുൾപ്പെടെ ഹെൽത്തിയാകും. അപ്പോൾ കോശങ്ങൾ കറക്റ്റാക്കുക എന്നുള്ളതും ആരുടെ ജോലിയാണ്? മനുഷ്യൻ്റെ ജോലിയാണ്. അതിനാണ് പ്രകൃതി ഇവനെ പ്രേരിപ്പിച്ചിട്ട് റോക്കറ്റ് ഉണ്ടാക്കി ചന്ദ്രനെ കൊണ്ട് ഇറക്കിയിരിക്കണം. ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കണത് എന്തിനാ? ഇപ്പോൾ വിചാരിച്ചിരിക്കണ അവിടെ ഏതാണ്ട് മിനറൽസ് ഉണ്ട്, സ്വർണ്ണമുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടും, അത് നമുക്ക് അവിടെ നിന്ന് വാരിക്കൊണ്ട് പോരാമെന്ന് വിചാരിച്ചിട്ടാണ്. ആർത്തികാരനാണ് ഇപ്പം അങ്ങോട്ട് പോയിരിക്കണേ. പക്ഷേ പ്രകൃതി എന്ത് ചെയ്തു? വഴി കണ്ടെത്തിച്ചു. അവനെ കൊണ്ട് വഴി പോയി ഇറങ്ങാൻ, ലാൻഡ് ചെയ്യാൻ, ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യാനുള്ള വഴി കണ്ടെത്തി.
ഇനി എന്താണ് അടുത്തത്? ഒരു വിത്ത് കൊണ്ടുപോയാൽ എന്താ വരാൻ പോണേ? കഴിഞ്ഞ പ്രാവശ്യം ചന്ദ്രനിൽ പോയപ്പോഴത്തേക്ക് ISROയിൽ കുറേ പേര് എൻ്റെ സ്റ്റുഡൻസായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് എനിക്കൊരു വിത്ത് കൊണ്ടുപോകണ കാര്യം അവരുമായിട്ടൊന്ന് സംസാരിക്കണേ. ചന്ദ്രയാൻ വിടണതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഒരു വിത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം, പറയാമോ എന്ന് ചോദിച്ചു. ISROയിൽ ഉദ്യോഗസ്ഥർ എൻ്റെ സ്റ്റുഡൻ്റാണ്, MG യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു നോക്കാം. അത് ചന്ദ്രയാൻ പോകുമ്പോൾ കൂട്ടത്തിൽ ഭൂമിയിൽ ഒരു വിത്തും കൂടി കൊണ്ടേ കിളുക്കാതിരിക്കുക ചെയ്യട്ടെ, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യം തിരക്കണം. പുള്ളി പോയി തിരക്കി അതിൻ്റെ മെയിൻ ആളുമായിട്ടൊക്കെ തുറവൂരുകാരനാണ് അതിൻ്റെ മെയിൻ ആൾ, നമ്മുടെ തുറവൂരുകാരനാണ്. അപ്പോൾ എല്ലാം തിരക്കി വന്നപ്പോൾ പറഞ്ഞ് ഞാൻ ഏത് വിത്താണ് കൊണ്ടുപോകേണ്ടതെന്നാണ് പറഞ്ഞു വിട്ടിരിക്കണേ. ഞാൻ വിട്ടാൻ പറഞ്ഞത് ഞാവലിൻ്റെ വിത്ത് കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ പറഞ്ഞു വിട്ടത് എന്നാണെന്നറിയാമോ? ഒരു ഞാവലിൻ്റെ വിത്തേ ശൂന്യാകാശത്ത് ചെല്ലുമ്പോൾ 1 ടണ്ണാണ്. 1 ടൺ ഭാരം കൊണ്ടുപോകണ എനർജി വേണം ഒരു ഞാവലിൻ്റെ വിത്തും കൊണ്ടുപോകണേ. നടക്കേലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. നടക്കില്ല, ഏതായാലും ഇപ്രാവശ്യം നടക്കേലെന്ന് പറഞ്ഞു. അതിനുള്ളിൽ ചന്ദ്രയാൻ പോവുകയും ചെയ്ത് ഇറങ്ങുകയും ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ അത് നേരത്തെ വിളിച്ച് പറയണ്ടേ. നേരത്തെ ഞാൻ ആലിൻ്റെ ഒരു വിത്ത് തന്നേനായിരുന്നു. ആലിൻ്റെ വിത്ത് കണ്ണിലിട്ടാൽ കാണാത്തൊരു വിത്തും കൊണ്ടുപോകാൻ എന്തായിരുന്നു പ്രയാസം? ഇനി അടുത്തത് ISROയിൽ ഇപ്പോൾ 2 പേരുണ്ട്. ISROയിൽ നിന്ന് പഠിക്കുന്ന 2 പേരുണ്ട്. ISROയിലെ ഉദ്യോഗസ്ഥർ, റിട്ടയർ ചെയ്ത ഒരാളുമുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് പഠിപ്പിച്ചിട്ട് നമ്മൾ വിത്ത് വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം എന്തായാലും ഒരു റോക്കറ്റ് പോകുന്നുണ്ട്. എന്തായാലും ഒരു റോക്കറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ എന്ത് വേണേൽ ചന്ദ്രനിൽ നിന്ന് മാന്തി എടുത്തോ, പക്ഷേ തിരിച്ച ഒരു സാധനം അവിടെ ഇടേണ്ട ജോലി ഉണ്ട്. അതോടൊപ്പം ഞാനൊരു കാര്യവും കൂടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവർ നമ്മുടെ ഇന്ത്യ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ നോക്കുക. ശൂന്യാകാശത്ത് ഒരു ഇന്ത്യയുടേതായ ഒരു സ്പേസ് സ്റ്റേഷൻ. ഇവിടുന്ന് റോക്കറ്റ് കയറി അവിടെ ചെല്ലും, അവിടുന്ന് ചന്ദ്രനിലേക്ക് പോവുക, വേറെ സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ടുള്ള വലിയൊരു പദ്ധതിയാണ് അടുത്ത ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് പൊട്ടന്മാരാകാതെ, ചന്ദ്രനാണ് നമ്മുടെ സ്പേസ് സ്റ്റേഷൻ. ഭൂമിയുടെ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ചന്ദ്രനിൽ ഇറങ്ങിയും കഴിഞ്ഞു, എന്നിട്ട് ഇനി ഇടയ്ക്കൊരു സാധനം, ഒരു ഇടത്താവളം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇതും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവിടെ എത്തിയാലെന്നൊന്നും അറിഞ്ഞില്ല. നമ്മൾ പറയാനുള്ള കാര്യം നമ്മൾക്ക് ആരാ വന്നതെന്ന് പറഞ്ഞു. ചന്ദ്രനാണ് സ്പേസ് സ്റ്റേഷൻ. ചന്ദ്രനെ സസ്യങ്ങൾ പിടിക്കാനുള്ള സമയമായിരിക്കുന്നു, വിളിച്ചിരിക്കുന്നു. അതിൽ ഏത് വിത്താണെന്നുള്ളത് നമ്മൾ ഇട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇത് എന്നതാണ്, ഏതാണ് കിളുക്കണമെന്ന്. അതാണ് കൃഷി പഠിക്കണേ ഇതാണ്. അപ്പം നമ്മളുടെ ഒരു ഇമാജിനേഷനാണ്, അത് നമ്മുടെ ഒരു സ്വപ്നമാണ് ചന്ദ്രൻ പൂത്തുലഞ്ഞ് നിൽക്കുന്ന, എന്നും 365 ദിവസവും പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു തലമുള്ള, ചന്ദ്രതലമുള്ള നിറയെ പഴക്കൂടകളായിട്ട് നിൽക്കുന്ന സാധനം. പിന്നെ ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട്. ആരുടെങ്കിലും അനുവാദം ചോദിക്കണോ? ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആഗ്രഹമാണ് അങ്ങനെ ആകണം എന്നുള്ളത്. എന്തുകൊണ്ട്? അതായത് നമ്മളുടെ ഇമോഷണൽ കിങ്ഡം, നമ്മുടെ ഇമോഷനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആരാണ്? ഈ പ്രശ്നം മുഴുവൻ ഇമോഷനാണ്. ഭൂമിയിൽ മനസ്സിലുള്ള ഇമോഷൻസിനെ, വികാരങ്ങളുടെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആരാണ്? ചന്ദ്രനാണ്. കംപ്ലീറ്റ് ചന്ദ്രനാണ്. അങ്ങനെയാണെങ്കിൽ അതായത് ഇമോഷണൽ ഹെൽത്ത് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ആര് ശരിയാകണം? ചന്ദ്രൻ ശരിയാവണം. അപ്പോൾ ചന്ദ്രന് വേണ്ടി പണിയെടുക്കാതെ പുറകോട്ട് പോകാൻ പറ്റില്ല ഇനിയത്തെ മനുഷ്യന്. അതുകൊണ്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു. അതൊരു നമ്മുടെ ലക്ഷ്യമാണ് കൃഷി സാധ്യമാകുമോ? ഇപ്പോൾ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്താണ്? ആരെങ്കിലും ഒരാൾ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ഞങ്ങളുടെ ഒരു വിത്തും കൂടി കൊണ്ടുപോകണേ, എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. ആദ്യം അവർ പുറന്തള്ളും, പിന്നെ അവർ കൊണ്ടുപോകും. അവർക്ക് കാര്യം പിടികിട്ടും. മനസ്സിലല്ലേ? കാര്യം പിടികിട്ടും, ഇതെന്നതാണ് സാധനം എന്നുള്ളത്. അപ്പോൾ അവർക്ക് പിടികിടും. പക്ഷെ നമ്മുടെ ജോലി എന്താ? പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ജോലി. അതായത് ചന്ദ്രനെ അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്നും തെറിച്ചു പോകാതെ, ഭൂമിയിലേക്ക് വന്ന് പതിക്കാതെ കൃത്യമായ ഒരു ഭ്രമണപഥത്തിൽ നിർത്തിയിരിക്കുന്നത് ഈ മണ്ഡലത്തിലെ മനസ്സാണ്.
നമ്മളുടെ ശരീരങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സല്ലേ? അതേമാതിരി ഈ ഭൂമണ്ഡലത്തിനൊരു മനസ്സുണ്ട്. ആ ഭൂമണ്ഡലത്തിൻ്റെ മനസ്സ് രണ്ടുപേരുടെയും കൂടി മനസ്സ്, ഭൂമിയുടെ മനസ്സ്, ചന്ദ്രൻ്റെ മനസ്സ്, ഭൂമണ്ഡലത്തിൻ്റെ മനസ്സ്, ഇതിൽ കൂടിയാണ് കൃത്യമായ ചലന പ്രവണപഥത്തിൽ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്വാധീനമുണ്ട്. നമ്മൾ സ്വാധീനം വേലിയേറ്റവും വേലിയിറക്കവും എങ്ങനെ ഉണ്ടാകുക? ഭൂമിയിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് ചന്ദ്രൻ്റെ സ്വാധീനമല്ലേ? അങ്ങനെയാണ് ജലം ആധിക്യമുള്ള മനുഷ്യനിൽ ഉള്ള വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവില്ലേ? നമ്മുടെ ഉള്ളിലും ചന്ദ്രൻ്റെ സ്വാധീനം ഇല്ലേ? ഉണ്ട്, തീർത്തുമുണ്ട്, ഉണ്ട്. അപ്പം നമ്മളുടെ ഉള്ളിൽ ചന്ദ്രന് സ്വാധീനം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആരുടെ മേൽ സ്വാധീനം ഉണ്ടാവും? ചന്ദ്രൻ്റെ സ്വാധീനമുണ്ട്. അതല്ലേ ഈ കോളേജ് പഠിപ്പിക്കണേ. നിങ്ങൾ ചന്ദ്രൻ എത്ര വലുതാണ് എത്ര അകലെയാണെന്നൊന്നും ബാധകമല്ല. സ്വാധീനമുണ്ട്. അവിടുന്ന് സ്വാധീനമുണ്ടെങ്കിൽ ഇവിടുന്നും സ്വാധീനമുണ്ട്. കാരണം പരസ്പര ബന്ധിതമാണ് സൃഷ്ടിയുടെ ഓരോ അംശവും. പരസ്പര ബന്ധിതമാണ്. പരസ്പര പൂരകങ്ങളായി പരസ്പരം സഹകരിച്ച് സഹായിച്ച് സ്വാധീനിച്ചാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ പരസ്പരം അനുനിമിഷം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ചന്ദ്രനെയും കൂടി നമുക്ക് നമ്മുടെ കൃഷിഭൂമിയാക്കി നമ്മൾ എടുക്കാൻ തീരുമാനിച്ചോ? ചന്ദ്രനും കൂടി കൃഷി ചെയ്യണ്ടേ? ആണോ? ഓക്കെ. മറ്റൊന്ന്, നമ്മൾ പഠിക്കുന്ന കൃഷി കാലാവസ്ഥ തിരിച്ചു പിടിക്കണം. നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥ തിരിച്ചു പിടിക്കണം. ഭൂമിയുടെ കാലാവസ്ഥ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണ്ടി വരും, അല്ലാതെ കാര്യം നടക്കാതെ വരും. അപ്പോൾ നമ്മുടെ കൃഷിയിലൂടെ, നമ്മൾ പഠിച്ചു വരുന്ന കൃഷിയിലൂടെ കാലാവസ്ഥ തിരിച്ചു പിടിക്കാൻ ഉതകുമോ? നമ്മുടെ കൃഷി ഡിസൈൻ, അതായത് ഇക്കോളജിക്കൽ ഡിസൈനിങ് ആണത്. ഈ ഡിസൈൻ കൊണ്ട് നമുക്ക് ഭൂമിയിലെ കാലാവസ്ഥ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? അതിൻ്റെ ഡിസൈൻ എന്താണ്? അതെങ്ങനെ നമുക്ക് നടപ്പിലാക്കാം എന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. മറ്റൊന്ന്, വിധിച്ച അന്നത്തിൽ കൊണ്ട് എത്തിക്കണം. വേണ്ടേ കൃഷി? ഇന്ന് വരെ അങ്ങനത്തെ ഒരു കൃഷിയല്ല ചെയ്തിരിക്കണം. അരി ഉണ്ടാക്കാൻ, ഗോതമ്പുണ്ടാക്കാൻ, തേങ്ങ ഉണ്ടാക്കാൻ, മാങ്ങ ഉണ്ടാക്കാൻ, വാഴക്കൊല ഉണ്ടാക്കാനൊക്കെ അല്ലേ ശ്രമിക്കണേ. പക്ഷേ ഇനി നമ്മൾ ചെയ്യുന്ന കൃഷിയിൽ മനുഷ്യ ശരീരത്തിന് വിധിച്ച അന്നങ്ങൾ 5ഉം സുലഭമാക്കാൻ ഉതകുന്ന ഒരു കൃഷിയായിരിക്കണം നമ്മൾ ചെയ്യണം. അല്ലാത്ത ചെയ്ത പൊട്ടത്തരായിരിക്കും. നാളിതുവരെ ചെയ്ത 10,000 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കൃഷി പോലെ തന്നെ തെറ്റായ ഒരു കൃഷിയായിരിക്കും നമ്മൾ വീണ്ടും ചെയ്യണേ. ഇപ്പോൾ വിധിച്ച അന്നത്തിലേക്ക് കൊണ്ടുവന്നു കൃഷിയിലൂടെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ കഴിയണം. കൃഷിയിലൂടെ ഒരു പുതിയ ലോകം. അത് ഏത് ലോകമായിരിക്കും? ആനന്ദലോകം. ആനന്ദലോകം സൃഷ്ടിക്കാൻ ഉതകുന്നതായിരിക്കണം കൃഷി. അത് കൃഷിയിലൂടെ സാധ്യമാകൂ, ഇല്ലേ? ആനന്ദം വേണമെന്നുണ്ടെങ്കിൽ അന്നം കറക്റ്റ് ചെയ്യണ്ടേ? കറക്റ്റ് ചെയ്യണം. അന്നമല്ലേ മനസ്സായിട്ട് വരിക. അപ്പോൾ അന്നം കറക്റ്റ് ചെയ്യണം, കൃഷി വേണ്ടേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകണം നമ്മളൊരു പുതിയ കൃഷി പഠിക്കുമ്പോൾ. പിടികിട്ടിയോ വീട്ടിൽ? ഇതെല്ലാം മനസ്സിൽ വെച്ചോണം. അവസാനം എൻ്റെ അടുക്കൽ ചോദിക്കണം, കൃഷി പഠിച്ചു കഴിയുമ്പോൾ ചോദിക്കണം, ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിക്കണം. കാലാവസ്ഥ എങ്ങനെ സാധ്യമാക്കാമെന്നാണ് പറയണേ, എൻ്റെ അടുക്കൽ ചോദിക്കണം. അപ്പോഴായിരിക്കും ഞാൻ പറയുക. ചോദിച്ചില്ലല്ലോ ഞാൻ പറയത്തുമില്ല. ഞാൻ വിട്ടുപോകും. കാരണം 10 ദിവസമായി നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട് 10 ദിവസമായി. എല്ലാം പഠിച്ച് നിങ്ങളുടെയൊക്കെ വന്നപ്പോഴത്തേക്ക് കൂടുതൽ വിവരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു താമസം വരുന്നുണ്ട്. ഇതെങ്ങനെ സാധ്യമാക്കാമെന്നുള്ളത്, എങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാൽ ഈ പറയുന്ന ലക്ഷ്യങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാക്കാൻ പറ്റും. എന്തും സാധ്യമാകണമെന്നുണ്ടെങ്കിൽ 3 തലത്തിൽ പ്രവർത്തിക്കണം. 3 തലത്തിൽ. ഭൗതിക തലത്തിൽ പ്രവർത്തിക്കണം. ഭൗതിക തലത്തിൽ പ്രവർത്തിക്കണത് എങ്ങനെയാണ്? മണ്ണിലിറങ്ങി പണിയണം. മനസ്സിലായല്ലോ? മണ്ണിലിറങ്ങി പണിതാലേ ഭൗതിക തലത്തിൽ കാര്യം സാധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് സകലരും വരും ഭൗതിക തലത്തിൽ നമുക്ക് കൃഷി ചെയ്തിരിക്കണം. അത് ഒരു വഴിയാണ് 3 തലത്തിൽ. രണ്ടാമത്തെ തലം മാനസിക തലത്തിൽ പ്രവർത്തിക്കണം. മാനസിക തലത്തിൽ ഒരു പ്രവർത്തനം വേണം.
അതിനാണ് എന്ത് വെച്ചിരിക്കണേ? ധ്യാനം വെച്ചിരിക്കണേ. അത് മാനസിക തലത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കും, ഭൗതിക തലത്തിൽ പ്രവർത്തിക്കുന്നു. മറ്റുള്ളവരെ കൂടി കൃഷിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മാനസിക തലത്തിലുള്ള ഒരു പ്രവർത്തനം കൂടി വേണം. വേണം. അതിനാണ് ഒരു സന്നിധാന ധ്യാനം നമ്മൾ വെച്ചിരിക്കുന്നത്. സന്നിധാന ധ്യാനം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കണേ? മനസ്സും ബുദ്ധിയും കൂടി ലയിച്ച സൂക്ഷ്മ ശരീരം കിട്ടി. ഈ സൂക്ഷ്മ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മനുഷ്യരെയും കൂടി ഈ നമ്മളുടെ ചിന്താധാരയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജ്ഞാനത്തിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് അങ്ങ് കയറണം. എന്ത് ചെയ്താൽ മതി? ബാക്കിയുള്ള ഇപ്പം നമുക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരവുമായിട്ട് സൂക്ഷ്മ ശരീരത്തിൽ മനസ്സും ബുദ്ധിയും കൂടി ലയിച്ചു. ലയിക്കാതെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് പ്രേരണ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും സൂക്ഷ്മ ശരീരവുമായി ലയിക്കുന്നതായി നമുക്ക് സങ്കല്പിക്കാം, ഇമാജിൻ ചെയ്യാം. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും അവരുടെയും സൂക്ഷ്മ ശരീരവുമായി ലയിക്കാൻ അവരുടെ അനുവാദം വേണോ? അവരുടെ അനുവാദം വേണ്ട. നമ്മൾ ലയിക്കുന്നതായി നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ബാക്കിയുള്ള ഈ ഭൂമിയിലെ ചട്ടനും ചെട്ടിയും പൊട്ടനും ചെട്ടിയും നല്ലവനും ചീത്തയും ആണും പെണ്ണും ഉറങ്ങുന്നവനും ഉണർന്നിരിക്കുന്നവനും സകലരും, അതായത് അധികാരിയും അടിമയും ഉടമയും എല്ലാവരുടെ മനസ്സിലേക്കും നമ്മുടെ സൂക്ഷ്മ ശരീരം ലയിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ മനസ്സും ബുദ്ധിയും കൂടി ലയിച്ചിരിക്കേ അവരുടെ മനസ്സിലും നമ്മളുടെ ചിന്തകൾ എത്തില്ലേ? അതാണ് മാനസിക തലത്തിലുള്ള പ്രവർത്തനം. മനസ്സിലായില്ലേ? ഭൗതിക തലത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. ഭൗതിക തലത്തിൽ നമ്മൾ പ്രവർത്തിച്ചിട്ട് നമ്മൾ എല്ലാവരിലേക്കും അത് നമ്മൾ ലയിക്കുന്നതായി, നമ്മുടെ സൂക്ഷ്മ ശരീരം ലയിക്കുന്നതായി സങ്കല്പിച്ചാൽ, സൂക്ഷ്മ ശരീരം മാത്രമല്ലല്ലോ, സൂക്ഷ്മ ശരീരത്തിലെ ചിന്തകളും സ്പ്രെഡ് ചെയ്യും. ഇല്ലേ? ചെയ്യാനുള്ള സാധ്യത അവിടെ ഇല്ലേ? അപ്പം മനസ്സ് അതിനല്ലേ പഠിപ്പിച്ച് ആദ്യം മനസ്സ് ശുദ്ധമാക്കിയിട്ട് മനോബുദ്ധി ലയം സംഭവിക്കണം. അത്തരമൊരു സൂക്ഷ്മ ശരീരത്തിന് മാത്രമേ ലയിക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? ആ സൂക്ഷ്മ ശരീരത്തിന് മാത്രമേ മനോബുദ്ധി ലയം സംഭവിച്ച, അതായത് നിങ്ങൾ പട്ടാഭിഷേകം ചെയ്യപ്പെട്ട സൂക്ഷ്മ ശരീരം, അതിന് മാത്രമേ പുറത്തുള്ള ഒരാളെ വീട്ടിൽ ലയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരെ മുഴുവൻ ചീത്തേക്കില്ലേ? പട്ടാഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ തെറ്റിയില്ല. തെറ്റ് ചെയ്യാത്ത ഒരു സൂക്ഷ്മ ശരീരത്തിന് മാത്രമേ മറ്റുള്ള സൂക്ഷ്മ ശരീരവുമായിട്ട് ലയിക്കാൻ പറ്റൂ. അതിനാണ് ആദ്യം ആദ്യത്തെ ദിവസം തന്നെ തുടങ്ങിയതാണ് ധ്യാനം. എവിടം വരെ എത്തിയെന്ന് എനിക്കറിയണ്ടേ? എവിടം വരെ എത്തി? സ്പ്രെഡ് ചെയ്യിക്കാൻ. നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യിക്കണതായിട്ട്, അല്ലെങ്കിൽ അതായത് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ മനുഷ്യകുലം ഒന്നടങ്കത്തിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുന്നു. അപ്പോൾ ഈ മൊത്തം മനുഷ്യർ നമ്മളുടെ സ്വാധീനത്തിലാവില്ലേ? ആവും. മൊത്തം മനുഷ്യർ എല്ലാവരും, നല്ലവനും ചീത്തവനും എല്ലാവരും നമ്മുടെ സ്വാധീനത്തിലാകും. അപ്പം നമ്മളോ മറ്റുള്ളവരുടെ സ്വാധീനത്തിലാകും. ഇല്ലേ? അങ്ങനെ തിരിച്ചും വരില്ലേ? നമ്മൾ സ്വാധീനത്തിലാകുമ്പോൾ നമ്മൾ അവരുടെ സ്വാധീനത്തിലും ആകും. അങ്ങനെ പരസ്പരം ലയിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇത് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മളുടെ സൂക്ഷ്മ ശരീരം ശക്തിപ്പെടുത്താത്തത് കൊണ്ട്. നമ്മുടെ സൂക്ഷ്മ ശരീരം ശക്തിപ്പെടുത്താനുള്ള ഒരു സാധനം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നതായിരുന്നത്? ശംഖുലി പഠിപ്പിച്ചിട്ടുണ്ട്. ശംഖുലി ചെയ്തത് ഇതിനാണ്. അതായത് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം?
കൂടുതൽ സമയം ശംഖുലി ചെയ്ത് നമ്മുടെ സൂക്ഷ്മ ശരീരം കരുത്തുറ്റതാക്കി, ലയം കരുത്തുറ്റതാക്കി സ്പ്രെഡ് ചെയ്യണമായിട്ട് സ്വാധീനത്തിൽ, നമ്മുടെ സ്വാധീനത്തിൽ ഒന്നാം തരമായിട്ട് നല്ല സ്വാധീനത്തിൽ ആക്കുക. ഇത് ഇത്തരത്തിൽ നമ്മൾ ഇത് പഠിച്ചു. നമ്മൾ കുറേ കൃഷി അറിവുകളൊക്കെ നേടിയെടുക്കുകയാണ്. ഈ കൃഷി അറിവുകൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ അല്ലാതെ തന്നെ എത്തുമോ? എത്തില്ലേ? ഒരു പ്രേരണ ആവില്ലേ അവർക്ക്? എവിടെ നിന്നോ ഒരു പ്രേരണ. IT മേഖലയിൽ 1,00,000 രൂപ ശമ്പളം മേടിച്ചിട്ടിരുന്ന ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു എൻജിനീയർ ഒരു സുപ്രഭാതത്തിൽ വിചാരിക്കുകയാണ്, ഞാനിത് നിർത്തി ഇനി കൃഷിയിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ട് 100 കണക്കിന് IT മേഖലയിലെ പിള്ളേർ കൃഷിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് എവിടുന്നോ ഇതല്ല വേണ്ടേ എന്നൊരു തോന്നൽ അവർക്ക് വരുന്നു. മടുത്തു. അപ്പോൾ വേറൊരു മേഖലയിലേക്ക് കയറണം, ഇപ്പം കൃഷിയിലേക്ക് കയറണം. അപ്പോൾ അവർ വേറൊരു വഴി തെറ്റിപ്പോകാതിരിക്കുക, കൃഷിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശക്തമായിട്ട് പ്രേരണ കൊടുക്കണം, പ്രേരകരായിത്തീരണം. പ്രേരണ നമ്മൾ കൊടുത്തു, ഒരാൾ നമ്മൾക്ക് വന്നു, പ്രേരണ കിട്ടിയതാണ്, ഒരാൾ നമ്മൾക്ക് വരികയാണ്. അവർക്ക് എന്ത് കൊടുക്കണം? ധാരണ കൊടുക്കണം. മനസ്സിലല്ലേ? കൃഷിയെപ്പറ്റിയുള്ള ധാരണകൾ മുഴുവൻ അവർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെങ്കിൽ നമ്മൾ പ്രാപ്തരാകണ്ടേ? അവർക്ക് കാണിച്ചു കൊടുക്കാനോ? അതായത് പ്രേരണ, ധാരണ, അനുകരണ, 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് പ്രേരണ നമ്മൾ കൊടുത്തു, മനസ്സുകൊണ്ട് പ്രേരണ കൊടുത്തു, അവർ തപ്പി വന്നപ്പോഴത്തേക്ക് അവർക്ക് ധാരണ കൊടുക്കാൻ കഴിയണം. അതായത് അതിന് പറ്റിയ കൃഷിയെ പറ്റിയുള്ള കംപ്ലീറ്റ് അറിവുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. അത് തന്നെയല്ല, അതനുസരിച്ച് ചെയ്ത് കൃഷിയിടത്ത് നമ്മുടെ വീടിൻ്റെ ചുറ്റും ഉണ്ടാക്കി വെച്ചിരിക്കണം. അതിനെയാണ് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് പറഞ്ഞത്. അതാണ് ഇക്കോളജിയുടെ തത്വം. അതായത് നിങ്ങളുടെ കൃഷിയിടത്തിന്, നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഇത്തിരി മണ്ണിലാണെങ്കിലും അത് വളരെ നല്ല രീതിയിൽ ഒരു രശ്മി പോലും പാഴാക്കാത്ത വിധത്തിൽ ചെടികൾ നട്ട് നനച്ച് കണ്ടു കഴിഞ്ഞാൽ അത് അനുകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഭംഗിയാക്കി നിർത്തണം. നല്ല ആളുകൾ എടുക്കുള്ളൂ. അല്ലാതെ വെറുതെ ഉണങ്ങിക്കിടക്കണ ഒരു കൃഷിയിടം കണ്ട് ആരെങ്കിലും അത് അനുകരിക്കുമോ? അനുകരിക്കണം. ഇത് 3 നടക്കണം. അപ്പോൾ മാനസിക തലത്തിലുള്ള പ്രവർത്തനം എന്താണെന്ന് പിടികിട്ടിയില്ലേ? ഭൗതിക തലത്തിലുള്ള പ്രവർത്തനം, മാനസിക തലത്തിലുള്ള പ്രവർത്തനം, ആത്മീയ തലത്തിൽ ഒരു പ്രവർത്തനം കൂടി വേണം. 3 തലത്തിൽ പ്രവർത്തിക്കണം. ഭൗതിക തലത്തിൽ പ്രവർത്തിക്കണം, മാനസിക തലത്തിൽ പ്രവർത്തിക്കണം, ആത്മീയ തലത്തിൽ പ്രവർത്തനം. ആത്മീയ തലത്തിൽ എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ എന്താണ് ഈ ചെയ്യണത് എന്നുള്ള ഒരു ആത്മബോധം നമുക്കുണ്ടാവും. ആത്മബോധം എന്താണത്? നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു ആനന്ദ ലോകത്തിനാണ്. നമ്മളുടെ ആദി മാതാവും ആദി പിതാവിൻ്റെയും അഭിലാഷം എന്താണ്? മക്കളെല്ലാവരും ആനന്ദത്തിലേക്ക് എത്തണമെന്നല്ലേ? ഇപ്പം കൃഷി എന്തിനുള്ളതായാൽ അത് ആത്മീയ പ്രവർത്തനമായി. നമ്മൾ കൃഷി ചെയ്യുന്നത് ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്, തേങ്ങയ്ക്ക് വേണ്ടിയിട്ടല്ല, മാങ്ങയ്ക്ക് വേണ്ടിയിട്ടല്ല. മനസ്സിലല്ലോ? വിളവിന് വേണ്ടിയിട്ടല്ല. കൃഷി ചെയ്യുന്നത് ആനന്ദത്തിലേക്ക് എത്താനാണ്. അത് ആരുടെ അഭിലാഷമാണ്? നമ്മുടെ പരമാത്മാവിൻ്റെയും പരമാംബികയുടെയും അഭിലാഷം നടപ്പിലാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ചെയ്യുന്ന കൃഷി. പിടികിട്ടിയല്ലോ? അങ്ങനെയായാൽ അത് ആത്മീയ തലത്തിലുള്ളൊരു പ്രവർത്തനമായി. പിടികിട്ടണുണ്ടോ? ഉറച്ചുറച്ച് പോകണം. കാരണം കൃഷിയാണ് പ്രധാനം. മറ്റേ ഹെൽത്തൊക്കെ ഒന്നുമില്ല. കൃഷി ശരിയായ ഹെൽത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സംഗതി ശരിയാകും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അതായത് ആ കൃഷി എന്ന് പറയുന്ന നമ്മൾ പഠിക്കാൻ പോകുന്ന കൃഷി നമുക്ക് ധരിക്കണം, ധാരണ നല്ലോണം വേണം. എങ്കിലേ മറ്റുള്ളവർക്ക് ധാരണ കൊടുക്കാൻ പറ്റൂ. അവർക്ക് പ്രേരണ കൊടുക്കണം, ധാരണ വേണം, അനുകരണം. അതായത് നമ്മൾ ഇത്തിരി 3 സെൻറ്റേ ഉള്ളെങ്കിലും
നല്ല ഭംഗിയാക്കി വിളവുണ്ടാക്കുന്ന ഒരു കൃഷിയിടമാക്കി നമ്മളുടെ നേട്ടം. അത് നമ്മൾ ചെയ്യുന്നത് ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട്, ആനന്ദം ലഭ്യമാക്കാൻ ഉതകുന്നതാണ് ഇത്. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആരായി? അതായത് ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ള കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആരായി? പ്രതിനിധിയായി. മനസ്സിലായില്ലേ? അപ്പോഴാണ് പ്രതിനിധിയാകുക. വെറുതെ ചൊല്ലിയ പ്രതിനിധിയാവില്ല. എല്ലാ ദിവസവും രാവിലെ വന്നിരുന്നിട്ട് പ്രതിനിധിയായി എന്നെ മാനിക്കണേന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ അങ്ങനെ പണ്ടേ ഇവിടെ സ്വർഗായനെ എല്ലാവരും പള്ളിയിൽ ചെന്നിട്ട് എന്താ പ്രാർത്ഥിക്കണേ? സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗാവുമോ ഭൂമി? പ്രാർത്ഥിച്ചാൽ വരുത്തില്ല. അതിൻ്റെ കർമ്മം എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ ആ കൃഷി മൂന്ന് തലത്തിൽ പിടികിട്ടിയല്ലോ. ഇനി ഏത് കാര്യമായാലും ശരി, ആ കാര്യം നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ, ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ, മനുഷ്യർ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 തലത്തിൽ പ്രവർത്തിക്കണം. കൃത്യമായും ഈ 3 തലത്തിലും പ്രവർത്തിക്കണം. ഭൗതിക തലത്തിൽ വേണം, മാനസിക തലത്തിൽ വേണം, ആത്മീയ തലത്തിലും വേണം. 3 തലത്തിൽ പ്രവർത്തിച്ചാൽ അത് എറിച്ചിരിക്കും, നടപ്പിലായിരിക്കും. ഉടനെ നടപ്പിലായില്ലല്ലോ, എത്ര വർഷമായി എന്നൊന്നും ചോദിക്കണ്ട. സമയമാകുമ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടും. കാരണം ഇത് ഈശ്വരൻ്റെ പദ്ധതിയാണ്, അഭിലാഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കൃഷി എന്ന് മനസ്സിലാക്കുക. 3 തലത്തിലും ഇത് പ്രവർത്തിക്കും. ഇതിൽ നമ്മൾ കൃഷി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ പറയുക? നിങ്ങളുടെ കൃഷി ഓഫീസർമാർ എന്ത് ഓഫീസറാണ്? അഗ്രികൾച്ചർ അല്ലേ? അതിൽ അഗ്രി അങ്ങ് മാറ്റിയാൽ എന്തുണ്ട്? കൾച്ചർ. അതെ, അത് മലയാളത്തിൽ എന്താ അർത്ഥം? സംസ്കാരം. അതെ, കൃഷി ഒരു സംസ്കാരമാണ്. എഴുതിക്കോ. അതാണ് ഓരോന്ന് പഠിക്കണം. കൃഷി ഒരു സംസ്കാരമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ അത്? ആഹാര സമ്പാദന ഉപാധിയാണ്. 4 കാര്യങ്ങൾ പഠിക്കുമ്പോൾ സംഗതി ശരിയാകും. കൃഷി ഒരു സംസ്കാരമാണ്. രണ്ടാമത്തത് ആഹാര സമ്പാദന ഉപാധിയാണ്. ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ്. ഞാൻ പറയണത് ബുദ്ധി വികസിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യണമെന്നാണ്. അതെങ്ങനെയാണെന്ന് പഠിക്കും. എങ്ങനെയാണ് ബുദ്ധി വികസിക്കണമെങ്കിൽ കൃഷി ചെയ്താലേ പറ്റൂ. അതായത് ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ്. പരിണാമം എന്ന് ചോദിച്ചില്ലേ? ബുദ്ധി പരിണമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എത്രയോ ബില്യൺ, ട്രില്യൺ, കോടിക്കണക്കിന് വർഷം കൊണ്ട് ബുദ്ധിയുടെ പരിണാമമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആ ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ് കൃഷി. 4 പഞ്ചമഹായജ്ഞമാണ്. കൃഷി ഒരു പഞ്ചമഹായജ്ഞം. എന്തൊക്കെ പഠിക്കുമെന്നുള്ളതാണ് പ്രശ്നം. എന്തൊക്കെ പഠിക്കും? കൃഷി ഒരു സംസ്കാരമാണ് എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കണം? സംസ്കാരം എന്താണെന്ന് പഠിക്കണം. ആഹാര സമ്പാദന ഉപാധിയാണ് എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കണം? ആഹാരം എന്താണെന്ന് പഠിക്കണം. മനസ്സിലായില്ലേ? ആഹാരം എന്താണെന്ന് പഠിക്കണം. ആഹാരം സമ്പാദിക്കാനുള്ള ഒരു വഴിയാണതെങ്കിൽ എന്താണ് ആഹാരം, അത് എങ്ങനെ എവിടുന്ന് വരുന്നു എന്ന് പഠിക്കണം. ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ്. ബുദ്ധി പരിണമിച്ച് ബുദ്ധി എന്താണെന്നറിയണം, മനസ്സെന്താണെന്നറിയണം. അത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. മനസ്സിലായി? ഇനി അത് പരിണമിക്കണത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ മതി. മനസ്സെന്താണെന്നറിഞ്ഞു, ബുദ്ധി എന്താണെന്നറിഞ്ഞു. മനസ്സിൻ്റെ കോറാണ് ബുദ്ധി എന്നുള്ളത് പഠിച്ചു. ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ്. അതൊരു പഞ്ചമഹായജ്ഞമാണ്. ഇപ്പോൾ എന്താ പഠിക്കണം? യജ്ഞം എന്താണെന്ന് പഠിക്കണം.